കർത്താവിൽ പ്രിയ ദൈവമക്കളെ, ഈ ആഴ്ചത്തെ സാബത്ത് സ്കൂൾ പഠനത്തിലേക്ക് നിങ്ങളെ എല്ലാവരെയും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നാം ഈ ക്വാർട്ടർ മുഴുവനായും പഠിച്ചുകൊണ്ടിരിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷത്തിലെ പ്രമേയം എന്നുള്ളതായ പാഠമാണ്. ഇന്ന് നമുക്ക് പഠിക്കുവാനുള്ളത് 10ാമത്തെ പാഠമാണ്. വഴിയും സത്യവും ജീവനും എന്നുള്ളതായ ഈ പാഠം ചർച്ച ചെയ്യുന്നതിന് 2 പാസ്റ്റർമാർ നമുക്ക് സ്റ്റുഡിയോയിലുണ്ട്. നമുക്ക് അവരെ പരിചയപ്പെടാം. ഒപ്പം നിങ്ങളെല്ലാവരെയും ഈ പാഠത്തിൻ്റെ ആദ്യം മുതൽ അവസാനം വരെയും ഞങ്ങളോടൊപ്പം കൂടെ ഇരുന്ന് പഠിക്കുവാൻ സ്വാഗതം ചെയ്യുകയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പാസ്റ്റർ സിൽസ്മോൻ ഇന്ന് ഞങ്ങളോടൊപ്പം ഉള്ളതിൽ അതിയായ സന്തോഷമുണ്ട്. ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു പാസ്റ്റർ. പാസ്റ്റർ ബിനോയ് ഇന്ന് ഞങ്ങളോടൊപ്പം ഉള്ളതിൽ അതിയായ സന്തോഷമുണ്ട്. പാസ്റ്ററേയും ഇന്നത്തെ ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ പാഠം 10ാമത്തെ പാഠമാണ്. ഈ പാഠത്തിൻ്റെ പ്രധാന ഇതിവൃത്തം എന്ന് പറയുന്നത് കർത്താവ് യേശു ക്രിസ്തുവിലുള്ളതായ ആ ഒരു ഹോപ്പ്, കർത്താവ് യേശു ക്രിസ്തുവിനെ അനുഗമിച്ചാൽ നമുക്ക് ലഭിക്കുന്നതായ ഒരു അവസാനത്തെ ഒരു ജീവിതം എപ്രകാരമായിരിക്കും. കർത്താവ് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ കാഴ്ചവെച്ചതായ മാതൃക നാം പിൻപറ്റേണ്ടുന്നതായ ആവശ്യകത, ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ പാഠത്തിൽ വരുന്നത്. നമുക്ക് മനപ്പാഠവാക്യമായി നൽകിയിരിക്കുന്ന യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 18ാമത്തെ വാക്യമാണ്. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, പിതാവിൻ്റെ മടിയിൽ ഇരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ദൈവത്തെ ഒരു നാളും ആരും കണ്ടിട്ടില്ല എന്നുള്ളത് നാം കഴിഞ്ഞ പാഠത്തിലും ചർച്ച ചെയ്തതായ ഒരു വിഷയമാണ്. എന്നാൽ കർത്താവ് യേശു ക്രിസ്തുവിനെ കണ്ടിരിക്കുന്നവർ പിതാവിനെ കണ്ടിരിക്കുന്നു എന്ന് കർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്നു. ഈ കർത്താവ് തൻ്റെ ഈ പരസ്യ ശുശ്രൂഷയുടെ അവസാനം കാലഘട്ടമായപ്പോൾ, വാസ്തവത്തിൽ മരിക്കുന്നതിനും ചില ദിവസങ്ങൾക്ക് മുൻപ് കർത്താവ് യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ ഒരു സ്ഥലത്ത് കൂട്ടിയിരുത്തി താഴ്മയുടെ ശുശ്രൂഷ ചെയ്യുന്നതായിട്ട് കാണുവാൻ സാധിക്കും. എന്തിനാണ് കർത്താവ് അത്തരത്തിലുള്ളതായ ഒരു മാതൃക തൻ്റെ ശിഷ്യന്മാർക്ക് കാഴ്ചവെച്ചത്? മനുഷ്യരുടെ പ്രകൃതം എന്ന് പറയുന്നത് എപ്പോഴും അധികാരം ലഭിക്കണമെന്നുള്ളതാണ്. അല്ലെങ്കിൽ സേവനം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ സേവിക്കുവാൻ മടി വളരെ കൂടുതലാണ്. അവർക്ക് സേവിക്കപ്പെടുവാൻ അല്ലെങ്കിൽ സേവനം സ്വീകരിക്കുവാനാണ്. ക്രിസ്തു തന്നെ പറഞ്ഞിരിക്കുന്ന ഇപ്രകാരമാണ്, ഞാൻ ശുശ്രൂഷ സ്വീകരിപ്പാനല്ല വന്നത്, ശുശ്രൂഷിപ്പാൻ അത്ര ഈ ലോകത്തിലേക്ക് വന്നത്. അപ്പോൾ ഇവിടെ കർത്താവ് ഒരു താഴ്മയുടെ ഒരു പാഠം അവരെ പഠിപ്പിച്ചു കൊടുക്കുന്നത് അന്ത്യത്താഴ സമയത്താണ്. ക്രിസ്തു എഴുന്നേറ്റ് തൻ്റെ അരയിൽ തുണി കെട്ടിയതിനു ശേഷം ഇരുന്ന് ശിഷ്യന്മാരുടെ കാല് കഴുകുവാനായിട്ട് തുടങ്ങി. അത് ക്രിസ്തു അവർക്ക് കാണിച്ചു കൊടുത്ത ഒരു താഴ്മയുടെ പാഠമായിരുന്നു എന്ന് മനസ്സിലാക്കാൻ തക്കവണ്ണം സാധിക്കുന്നു. അവിടെ അത്താഴത്തിനിരിക്കുന്ന സമയം പ്രധാനപ്പെട്ട ഒരു സമയമാണ്. അല്ലെങ്കിൽ ഉച്ചഭക്ഷണം കഴിക്കുന്ന പോലെയോ അല്ലെങ്കിൽ പ്രാതൽ കഴിക്കുന്ന പോലെയല്ല. അത്താഴത്തിന് എല്ലാവരും ഒരുമിച്ചിരുന്ന് അവരുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും അന്നത്തെ ദിവസത്തിൽ നടന്ന സംഭവങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു ദിവസമാണ്. അപ്പോൾ അത്താഴത്തിന് എല്ലാവരും ഉണ്ട്, അത്താഴത്തിന് എല്ലാവരും കൂടിയിരിക്കുന്ന ഒരു കൂട്ടായ്മയുടെ സമയമാണ്, ഒരു കുടുംബത്തിലെ ഒരു കൂട്ടായ്മയുടെ സമയമാണ്. ഈ സമയത്ത് ക്രിസ്തു പാദം കഴുകുന്നു. സാധാരണ ആ യജമാനൻ്റെ പാദം ദാസനാണ് കഴുകേണ്ടത്. അതാണ് അന്ന് ഉണ്ടായിരുന്നൊരു കസ്റ്റം. ആ ഒരു ദാസൻ ചെയ്യേണ്ട ശുശ്രൂഷ അവിടെ ക്രിസ്തു ശിഷ്യന്മാർക്ക് ചെയ്യുന്നതായിട്ട് കാണാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. അപ്പോൾ ശിഷ്യന്മാർ ചോദിക്കുന്നത്, അങ്ങ് ഞങ്ങളുടെ കാല് കഴുകാൻ ഞങ്ങൾ യോഗ്യനല്ല എന്ന് പറയുന്നതായിട്ട് കാണാൻ കഴിയുന്നു. അപ്പോൾ ക്രിസ്തു പറയുന്ന ഇപ്രകാരമാണ്, ഇത് ഞാൻ ചെയ്തില്ല എങ്കിൽ, അല്ലെങ്കിൽ ഈ ശുശ്രൂഷ ഇവിടെ സംഭവിച്ചില്ല എങ്കിൽ നിങ്ങൾക്ക് ഞാനുമായിട്ടൊരു പങ്കുമില്ല എന്നും പറയുന്നതായിട്ട് കാണാൻ കഴിയുന്നു. അതുകൊണ്ട് എപ്പോഴും മനുഷ്യൻ്റെ ആ ഒരു മാനുഷികമായിട്ടുള്ള ചിന്ത, ശുശ്രൂഷിക്കപ്പെടണം എന്നുള്ള ചിന്ത ക്രിസ്തു അവിടെ പൊളിച്ചെഴുതുകയാണ് ചെയ്യുന്നത്, അവിടെ തിരുത്തി എഴുതുകയാണ് ചെയ്യുന്നത്. ക്രിസ്തു പറയുന്നത് എല്ലാവരും സേവിക്കുവാൻ വേണ്ടിയാണ് ക്രിസ്തു ആക്കുന്നത് എന്നാണ് അവിടെ കാണിക്കുന്നത്. ആ താഴ്മയുടെ മനോഭാവം അവിടെ വളരെ വ്യക്തമായി കാണിച്ചു കൊടുക്കുകയാണ്. സേവന മനോഭാവത്തോടെ പ്രവർത്തിക്കണം. ഈ സേവനം എല്ലാ കാലത്തിലും മനുഷ്യനെ മേന്മയിലേക്ക് നയിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഒരു വ്യക്തി എത്രത്തോളം താഴുവാൻ മനസ്സാകുന്നു അത്രത്തോളം ദൈവം അവനെ ഉയർത്തുന്നതായിട്ട് കാണുവാൻ സാധിക്കും. കർത്താവ് യേശു ക്രിസ്തു ഈ ശുശ്രൂഷ ചെയ്തതായ സമയത്ത് പത്രോസ് ഈ ശുശ്രൂഷ സ്വീകരിപ്പാൻ വിസമ്മതിച്ചതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. എന്തായിരുന്നു പത്രോസിൻ്റെ പ്രതികരണം? കർത്താവ് യേശു ക്രിസ്തു പത്രോസിനോട് എന്ത് പറഞ്ഞു? വാസ്തവത്തിൽ പാസ്റ്റർ പറഞ്ഞ പോലെ
ദാസനാണ് യജമാനൻ്റെ കാല് കഴുകേണ്ടത്. പക്ഷേ ഇവിടെ ആരും തയ്യാറാകുന്നില്ല, ശിഷ്യന്മാരാരും തയ്യാറാകുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് യേശു തൻ്റെ മേലുത്തിരി എടുത്ത് അരയിൽ ചുറ്റി ഈ ശുശ്രൂഷയിലേക്ക് വരുന്നത്. പക്ഷേ പത്രോസിൻ്റെ അടുത്ത് എത്തിയപ്പോൾ വളരെ വിശാല മനസ്കനായ പത്രോസിന് അതൊരിക്കലും താങ്ങാൻ പറ്റിയില്ല. കാരണം ഞങ്ങളുടെ ഗുരു, ഞങ്ങളുടെ രക്ഷകൻ, ഞാൻ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് അങ്ങയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അങ്ങ് ഈ ഒരു ഏറ്റവും തരം താണ, അല്ലെങ്കിൽ പാദം കഴുകുക എന്ന് പറയും മോശമായൊരു മനുഷ്യൻ്റെ വൃത്തിഹീനമായ ഒരു അവയവമാണ്. പൊടിപടലങ്ങൾ നിറഞ്ഞ നിരത്തിലൂടെ യാത്ര ചെയ്ത് പാദരക്ഷകൾ ഉണ്ടെങ്കിൽ പോലും അത്ര വൃത്തിഹീനമായ നിരത്തിലൂടെ യാത്ര ചെയ്ത് വന്നിരിക്കുന്ന ശിഷ്യന്മാരുടെ കാലുകൾ കഴുകാൻ തക്കവണ്ണം തുനിഞ്ഞപ്പോൾ പത്രോസിൻ്റെ പ്രതികരണം എൻ്റെ കാല് കഴുകേണ്ട കർത്താവേ എന്നാണ്. എന്നാൽ ബാക്കി ഞാൻ കഴുകാമെന്ന് പറഞ്ഞ് കർത്താവിൻ്റെ നിന്ന് ആ പാത്രം മേടിക്കാൻ പത്രോസ് തയ്യാറുമായില്ല. അതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ആ സമയത്ത് യേശു പറഞ്ഞത്, പത്രോസേ, നീ ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ നിന്നെ കഴുകാഞ്ഞാൽ നിനക്ക് എന്നോടുകൂടെ പന്തിയിൽ പങ്കില്ല. ഇത് വിളിച്ചറിയിക്കുന്നൊരു പ്രസ്താവന. ഒരു മനുഷ്യനെ, ഏതൊരു മനുഷ്യനെയും കുറ്റമറ്റതാക്കുവാൻ കഴിയുന്നത് യേശുവിന് മാത്രമേ പറ്റുള്ളൂ. അത് യേശു അവനെ കഴുകി ശുദ്ധീകരിക്കുന്ന യേശുവിൻ്റെ ശുദ്ധീകരണത്തെയാണ് അത് കാണിക്കുന്നത്. ആ യേശുവിനെ എൻ്റെ ജീവിതത്തിലേക്ക്, ദൈവമേ എന്നെ കഴുകണമേ, എന്നെ ശുദ്ധീകരിക്കണമേ എന്ന് പറഞ്ഞോ ഓരോ വിശ്വാസിയും ദിനംതോറും യേശുവിൽ ആശ്രയിക്കുകയും അവിടുത്തെ കഴുകലിന് വേണ്ടി തങ്ങളെ തന്നെ സമർപ്പിക്കുകയും ചെയ്യുകയാണെങ്കിൽ പൂർണ്ണമായി അവനെ കുറ്റവിമുക്തനാക്കുവാൻ ദൈവത്തിന് കഴിയും. അതിൻ്റെ ഒരു സൂചന കൂടിയാണ് കർത്താവ് ഇത് ചെയ്തത്. പക്ഷേ പത്രോസ് ഇതിൽ നിന്ന് ഒഴിവായെങ്കിലും അതിൻ്റെ വലിയ അർത്ഥം കർത്താവ് പത്രോസിനെ വിവരിക്കുകയായിരുന്നു. ഞാൻ നിന്നെ കഴുകാഞ്ഞാൽ നിനക്ക് എന്നോട് പന്തിയിൽ പങ്കു. പാസ്റ്റർ സിൽസ്, കർത്താവ് യേശു ക്രിസ്തു തന്നെ പറഞ്ഞു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. കർത്താവ് യേശു ക്രിസ്തു എന്തിനാണ് പോയത്? കർത്താവ് യേശു ക്രിസ്തു നമുക്ക് സ്ഥലം ഒരുക്കുവാൻ വേണ്ടിയാണ് പോകുന്നത്. അവിടെ പറയുന്ന ഇപ്രകാരമാണ്, യോഹന്നാൻ 14 അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യം, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, എന്നിലും വിശ്വസിപ്പിൻ, എൻ്റെ പിതാവിലും വിശ്വസിപ്പിൻ. ഞാൻ നിങ്ങൾക്ക് വാസസ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ നിങ്ങൾക്ക് പോയി സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളൂ. അപ്പം നമുക്ക് വേണ്ടി ക്രിസ്തു സ്ഥലം ഒരുക്കുവാൻ തക്കവണ്ണം പോവുകയാണ്. അവിടെ ക്രിസ്തുവിൻ്റെ ആ ശുശ്രൂഷയുടെ പൂർത്തീകരണത്തെ, അല്ലെ ആ മാർഗത്തെ, വഴിയെ ക്രിസ്തു കാണിക്കുകയാണ്. സേവിക്കുവാൻ വേണ്ടിയാണ് ഞാൻ വന്നത്, നിങ്ങളെ സഹായിക്കുവാനും നിങ്ങളെ രക്ഷിക്കുവാനുമാണ് ഞാൻ വന്നത് എന്ന് പറയുകയാണ്. അതുപോലെ നിങ്ങൾക്ക് ഒരു സ്ഥലം, നിങ്ങൾക്ക് സുരക്ഷിതമായിരിക്കുവാൻ ഒരു സ്ഥലം ഒരുക്കുവാൻ പോവുകയാണ്. അപ്പോൾ എന്നിൽ വിശ്വസിക്കുവാൻ തക്കവണ്ണമാണ് ക്രിസ്തു ആവശ്യപ്പെടുന്നത്. ഒരു ചെറിയ ഇടവേളയുടെ സമയമാണ്. പ്രിയ പ്രേക്ഷകരെ, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ മടങ്ങി വരും. ഞങ്ങളോടൊപ്പമായിരിക്കും. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, ഈ പഠനത്തിലേക്ക് വീണ്ടും നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. പാസ്റ്റർ ബിനോയ്, കർത്താവായ യേശു ക്രിസ്തു കുരിശിൽ മരിച്ചു എന്നുള്ളത് സകല മനുഷ്യർക്കും അറിയാവുന്നതായ ഒരു സത്യമാണ്. ഈ കുരിശ് നമുക്ക് എന്ത് പ്രത്യാശയാണ് നൽകുന്നത്? സകല മാനവരാശിയുടെയും അല്ല സകല ക്രിസ്ത്യാനികളുടെയും പ്രത്യാശ എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം ക്രൂശിൽ സാധ്യമായത് എന്നുള്ളത് കൊണ്ടാണ്. വാസ്തവത്തിൽ കർത്താവ് പൗലോസ് തൻ്റെ എഴുത്തുകളിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ക്രിസ്തു മരിച്ചിട്ട് എഴുന്നേറ്റിട്ടില്ലായിരുന്നെങ്കിൽ നമ്മുടെ വിശ്വാസം വ്യർത്ഥമായേനെ. ക്രിസ്തു ക്രൂശിൽ മരിച്ചതാണ് നമ്മുടെ ഏറ്റവും വലിയ പാപത്തിന് പരിഹാരമായി മാറിയത്. ഒരിക്കൽ ഡോക്ടർ ബില്ലിഗ്രാം ഇങ്ങനെ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ലോകത്തിലെ ഏറ്റവും പാപമുള്ള സ്ഥലം ഏതാണ്? അപ്പോൾ ലോകത്തിലെ ഏറ്റവും പാപമുള്ള സ്ഥലം എന്ന് പറയുന്നത് ക്രൂശാണ് എന്ന് അദ്ദേഹം തന്നെ പ്രേക്ഷകരോട് പറയാൻ കാരണം, മുഴു ലോകത്തിൻ്റെയും പാപത്തെ ക്രൂശിൻ്റെ ചുവട്ടിലാണ് കൊണ്ടുവന്ന് അർപ്പിച്ചിരിക്കുന്നത്, മുഴു ലോകത്തിൻ്റെയും. അപ്പോൾ അത്രയും സിൻഫുൾ പ്ലേസ്, ദ മോസ്റ്റ് സിൻഫുൾ പ്ലേസ് ഇൻ ദ വേൾഡ് എന്ന് പറയുന്നത് ക്രൂസാണ്. അപ്പം ആ ക്രൂസിൽ കർത്താവ് വളരെ വിജയശ്രീലാളിതനായി ശത്രുവിനെ പരാജയപ്പെടുത്തി വിജയഘോഷം നേടിയതിൻ്റെ സന്തോഷത്തിലാണ് ക്രിസ്ത്യാനികൾ. നമ്മുടെ പ്രത്യാശയാണ് വേർപാടിനെ നടിച്ചോറ് ഇടിച്ചു കളഞ്ഞു ശത്രുത്തെ ഇല്ലാതാക്കി ഇരുപക്ഷത്തെ ഒന്നാക്കി ക്രിസ്തുവിൽ നമ്മെ ദൈവത്തോട് നിരപ്പിച്ച, നമ്മുടെ പശ്ചാത്തലങ്ങളൊക്കെ മറന്ന് നമ്മെ വാരിപ്പുണർന്ന ഒരു അവസ്ഥയാണ് ക്രൂശ് എന്ന് പറയുന്നത്. കർത്താവിൻ്റെ ദാസി മിസസ് വൈറ്റ് എഴുതിയിരിക്കുന്നത്, ഗെത്സമനയിൽ കർത്താവ് മരിക്കുവാൻ തൊക്കണം പിശാചു വളരെയധികം ശ്രമിച്ചു. കർത്താവിൻ്റെ വിയർപ്പ് തുള്ളികൾ വലിയ ചോരത്തുള്ളികളായി വീണു. പിശാചു വളരെ ശക്തമായിട്ട് ഭയങ്കര പ്രലോഭനങ്ങളിൽ യേശുവിനെ ശ്വാസം മുട്ടിച്ചു. ആ സമയത്ത് പിതാവിനോട് പറയുകയാണ്, പിതാവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം. പിശാചു പോലും ശ്രമിച്ചത് യേശു ക്രൂശിൽ മരിക്കാതെ ഗെത്സമനയിൽ മരിക്കാനായിരുന്നു സാത്താൻ പ്ലാൻ ചെയ്തത്. പക്ഷേ അതിനെയൊക്കെ ജയിച്ച് കർത്താവ് വിജയ ശ്രീലാളിതനായി പിശാചിൻ്റെ തലയെ തകർത്ത് ജയോത്സവം പരസ്യമായി കൊണ്ടാടിയത് ക്രൂശിലാണ്. അതുകൊണ്ട് സകല മനുഷ്യൻ്റെയും പ്രത്യാശ എന്ന് പറയുന്നത് കർത്താവിൻ്റെ ക്രൂശാണ്. അതുകൊണ്ടാണ് അത് പ്രത്യാശയായി മാറുന്നത്. പാസ്റ്റർ, ഈ കർത്താവ് യേശു ക്രിസ്തു ക്രൂശിതനാകുന്നതിന് മുൻപ് ശിഷ്യന്മാർ കർത്താവുമായി അടുത്ത ബന്ധം പുലർത്തുകയും ചില ശിഷ്യന്മാർ ചില ചോദ്യങ്ങളും ചില ആശങ്കകളും ഒക്കെ പങ്കുവയ്ക്കുകയൊക്കെ ചെയ്തു.
ആ കൂട്ടത്തിൽ ശിഷ്യനായിരുന്ന തോമസ് കർത്താവ് യേശു ക്രിസ്തുവിനോട് ഒരു പ്രസക്തമായ ചോദ്യം ചോദിച്ചു. എന്തായിരുന്നു ആ ചോദ്യം? കർത്താവിൻ്റെ ഉത്തരം എന്തായിരുന്നു? ഒരു നിഷ്കളങ്കനായ ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു കുഞ്ഞു ചോദിക്കുന്നത് പോലെയാണ് ഈ സംശയങ്ങളൊക്കെ തോമസ് ഉന്നയിക്കുന്നത്. പലപ്പോഴും പരിശുദ്ധാത്മാവ് ഒരു പ്രാപിക്കുന്ന ക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷമാണ്. പക്ഷെ പരിശുദ്ധാത്മാവ് പ്രാപിച്ചതിന് ശേഷം അവർക്ക് ശക്തി ലഭിച്ച് അവരെന്ത് ചെയ്തു? വചനത്തിൽ ഉള്ളതായ ആഴമേറിയ സത്യത്തെ വ്യക്തമായി മനസ്സിലാക്കുവാൻ അവർക്ക് സാധിച്ചു. എന്നാൽ അതിനു മുൻപ് അവർ ശിഷ്യരായി ക്രിസ്തുവിനോടൊപ്പം നടന്നിരുന്ന സമയത്ത് അവർക്ക് പലപ്പോഴും പല സംശയങ്ങളും ഉണ്ടായതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. നിഷ്കളങ്കമായ സംശയങ്ങളായിരുന്നു മൊത്തം. ഇവിടെ തോമസിൻ്റെ സംശയമെന്ന് പറയുന്നത് ക്രിസ്തു അല്ലെങ്കിൽ കർത്താവ് പോകുന്നു എന്ന് പറയുമ്പോൾ അറിയേണ്ടത് ഇതായിരുന്നു, കർത്താവ് എവിടെ പോകുന്നു എന്നാണ് അറിയേണ്ടത്. അപ്പോൾ ക്രിസ്തു പറയുന്നത് ഞാൻ പോകുന്നിടത്ത് നിങ്ങൾക്ക് ഇപ്പോൾ വരുവാൻ തക്കവണ്ണം സാധിക്കത്തില്ല. അത് സ്വർഗത്തെക്കുറിച്ചാണ് പറയുന്നത്. കാരണം സ്വർഗത്തിൽ മനുഷ്യർക്ക് അപ്പോൾ പ്രവേശിക്കാൻ തക്കവണ്ണം സാധിക്കില്ലല്ലോ. അപ്പോൾ ചോദിക്കുന്നത് അതെന്തുകൊണ്ടാണ് വരാൻ സാധിക്കാത്തത്? അങ്ങനെ നിഷ്കളങ്കമായ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടാണ് തോമസ് എപ്പോഴും നിന്നത്. അതിന് വ്യക്തമായിട്ടുള്ളതായ മറുപടി ഒരുപക്ഷെ അവർക്ക് ഈ പറഞ്ഞ പരിശുദ്ധാത്മാവ് പ്രാപിച്ചതിന് ശേഷം ഉത്തരം ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഈ സമയത്ത് നിഷ്കളങ്കമായ ഒരു ചോദ്യങ്ങൾ തോമസ് ചോദിക്കുകയാണ്. ക്രിസ്തു അതിന് മറുപടി നൽകുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോവുകയാണ്, ഞാൻ സ്വർഗത്തിലേക്ക് പോവുകയാണ് എന്നൊക്കെയും വ്യക്തമായി പറയുന്നുണ്ട്. അതുപോലെ തന്നെ ക്രിസ്തു പറയുന്ന ചില മറുപടികളൊക്കെ മനസ്സിലാകുന്നില്ല. ഈ ആലയം ഞാൻ പൊളിച്ച് 3 ദിവസം കൊണ്ടെന്താണ് കല്ലിന്മേൽ പണിയും എന്ന് പറയുന്നുണ്ട്. അത് ക്രിസ്തു ആകുന്ന ശരീരത്തെക്കുറിച്ചാണ്, അല്ലെങ്കിൽ ക്രിസ്തുവിനെക്കുറിച്ച് തന്നെയാണ്, ക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തെക്കുറിച്ചാണ് പറയുന്നതെന്ന് അവർക്ക് അപ്പോഴും മനസ്സിലാകുന്നില്ല. അപ്പോൾ നിഷ്കളങ്കത നിറഞ്ഞ ചോദ്യങ്ങളായിരുന്നു തോമസും ശിഷ്യന്മാരും ഉന്നയിച്ചു. ഈ അവസരത്തിൽ യേശുക്രിസ്തു ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നല്ലത് എന്നും പിന്നെ ഞാൻ പോകുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് ഇപ്പോൾ വരാൻ കഴിയില്ല എന്നും പറയുന്നത് കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തെയും അടക്കത്തെയും കുറിച്ചാണ് പറയുന്നത്. പിന്നത്തേതിൽ കർത്താവ് പറയുന്നു ഞാൻ പോകുന്ന സ്ഥലത്തേക്ക് ഇപ്പോൾ നിങ്ങൾക്ക് വരാൻ കഴിയില്ല എങ്കിലും പിന്നത്തേതിൽ നിങ്ങൾക്ക് വരാൻ തക്കവണ്ണം സാധിക്കും. ആത്മീയമായ അർത്ഥത്തിൽ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയെക്കുറിച്ചും ദൗത്യത്തെക്കുറിച്ചും പിന്നത്തേതിൽ ഇവർക്ക് മനസ്സിലാകുകയും അതിൻ്റെ പൂർണ്ണതോതിലുള്ളതായ ആ അർത്ഥം മനസ്സിലാക്കി അവർ പ്രവർത്തിക്കുകയും ചെയ്തതായിട്ട് നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കും. പാസ്റ്റർ, യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറയുന്നത് കർത്താവ് യേശുക്രിസ്തു വചനം ആയി എന്നാണ്. ഈ വചനമായി മാറുന്നതായ ഒരു പ്രക്രിയ അല്ലെങ്കിൽ എപ്രകാരം എങ്ങനെയാണ് ദൈവം വചനമായി മാറിയത്? ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. വചനം ജഡമെടുത്ത് കൃപയും സത്യം നിറഞ്ഞാൽ നമ്മുടെ ഇടയിൽ പാർത്തു. മനുഷ്യനെ മുഴുവൻ ലോകത്തെയും രക്ഷിക്കാനുള്ള ദൈവത്തിൻ്റെ രക്ഷാപദ്ധതിയുടെ ഒരു ഭാഗമായിട്ട് ദൈവത്തോടു കൂടെ ആയിരുന്ന നിത്യത മുതൽ നിത്യത വരെയുള്ള കർത്താവ് യേശുക്രിസ്തു വചനം ജഡമായി തീർന്ന് മനുഷ്യൻ്റെ പാപങ്ങൾക്ക് വേണ്ടി ഭൂമിയിൽ വരികയാണ്. ആ യേശു ആണ് ഈ സകലത്തെയും സൃഷ്ടിച്ചവൻ. സൃഷ്ടിപ്പിലും സകല പ്രവർത്തനത്തിലും ക്രിസ്തുവിൻ്റെ സാന്നിധ്യം വളരെ വലുതാണ്. ഇന്ന് ഈ ലേഖനം എഴുതുന്ന വേളയിൽ യോഹന്നാൻ കണ്ടുകൊണ്ട് എഴുതുന്നത് ആ സ്വർഗത്തിൽ ദൈവത്തിൽ മാത്രം പരിമിതമായിരുന്ന കർത്താവിന് മനുഷ്യന് പ്രാപിപ്പാൻ തക്കവണ്ണം, കാണുവാൻ തക്കവണ്ണം, കേൾക്കുവാൻ തക്കവണ്ണം വചനം സമീപസ്ഥമായി മാറി എന്നുള്ളതാണ്. അപ്പം ഏതൊരു മനുഷ്യനും അനായാസം ദൈവത്തിൻ്റെ അടുക്കലേക്ക് കടന്നു ചെന്ന് ദൈവത്തെ തൊടുവാനും കേൾക്കുവാനും ദൈവത്തിൽ നിന്ന് പഠിക്കുവാനും കഴിയുന്ന പ്രാപ്യമായ അവസ്ഥയിലേക്ക് വചനം ഇറങ്ങി വന്നു എന്നുള്ളതാണ് അവിടെ കാണിക്കുന്നത്. വചനം കേവലം ഒരു വാക്കായി, വിടുതലായി, ഒരു ശബ്ദമായി, മറ്റുള്ളവനെ സ്പർശിക്കുന്ന സ്പർശനമായി, ഒരു താങ്ങും തണലുമൊക്കെയായി ദൈവത്തിൻ്റെ വചനം മാറിയ ക്രിസ്തുവിനെയാണ് അവിടെ കാണിക്കുന്നത്. നമ്മുടെയും ജീവിതത്തിൽ ദൈവം ഒരിക്കലും മനുഷ്യൻ അകന്നു നിൽക്കുന്നവനല്ല. മനുഷ്യൻ്റെ അടുക്കലേക്ക് ഇറങ്ങി വന്ന് അവനെ മനസ്സിലാക്കുവാൻ, അവനെ രക്ഷിക്കുവാൻ തക്കവണ്ണം ദൈവം മനുഷ്യന് വേണ്ടി ഇറങ്ങി വന്ന ദൈവത്തിൻ്റെ വചനം ആ ഒരു വാക്കായി ജനങ്ങളിലേക്ക് പരിണമിക്കുന്ന പ്രക്രിയയാണ് ക്രിസ്തുവിൻ്റെ 3.5 വർഷത്തെ ശുശ്രൂഷയിൽ ഉടനീളം നാം കാണുന്നത്. പാസ്റ്റർ, കർത്താവ് യേശു ക്രിസ്തു വചനമായിരുന്നു, ആ വചനം ജഡമായി തീർന്നു. എന്നാൽ ആ വചനം ജഡമായി തീർന്നതായ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ലിഖിത വചനമാണ് ദൈവത്തിൻ്റെ വചനം. ഈ വചനത്തെക്കുറിച്ച് കർത്താവ് യേശു ക്രിസ്തു എന്താണ് പറയുന്നത്? കർത്താവ് യേശു ക്രിസ്തു പറയുന്നത്, വചനത്തെക്കുറിച്ച് പറയുന്നത് ഞാൻ തന്നെ ആകുന്നു എന്നാണ് പറയുന്നത്. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഈ ലിഖിത വചനങ്ങളൊക്കെയും മനുഷ്യർക്ക് എക്കാലവും വഴി കാട്ടുന്ന വചനങ്ങളാണ്. അപ്പോൾ ഞാൻ തന്നെ വഴിയാകുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ വചനമാകുന്നു. ഈ വചനം എന്ത് ചെയ്യുന്നു? നിങ്ങളെ വഴി കാട്ടുന്നു. സങ്കീർത്തനക്കാരൻ പറയുന്നത് എന്താണ്?
ഈ വചനം നിൻ്റെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമാകുന്നു എന്നാണ്. അപ്പോൾ ഈ ലിഖിത വചനങ്ങൾ നമ്മളെ നേരായ പാതയിൽ സഞ്ചരിക്കുവാൻ അല്ലെങ്കിൽ നേരായ രീതിയിൽ ജീവിതം നയിക്കുവാൻ തക്കവണ്ണം സഹായിക്കുന്നു. ക്രിസ്തുവും തൻ്റെ ശിഷ്യന്മാരെ ഈ ലോകത്തിലായിരുന്ന സമയത്ത് അപ്രകാരമാണ്, തൻ്റെ വചനങ്ങൾ കൊണ്ടാണ് പലപ്പോഴും പല കാര്യങ്ങളെ, തെറ്റായ ചിന്തകളെ തിരുത്തുവാനും അവരെ നേരായ മാർഗത്തിലേക്ക് നയിക്കുവാനും ഉപയോഗിച്ചു. അപ്പം വചനങ്ങൾ ലിഖിത വചനങ്ങളായി നമുക്ക് നൽകിയിരിക്കുന്നത് നമ്മുടെ വഴിയെ നേരെയാക്കുവാൻ വേണ്ടിയാണ്. ഈ വചനം നമുക്ക് ജീവനും ചൈതന്യവും നിത്യരക്ഷയും നൽകുന്നു എന്ന് മനസ്സിലാക്കുന്നു. ഒരു ഇടവേളയുടെ സമയമാണ്. പ്രിയ പ്രേക്ഷകരെ, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ മടങ്ങി വരും. ഞങ്ങളോടൊപ്പം പ്രിയ ദൈവമക്കളെ, ഈ ചർച്ചയിലേക്ക് വീണ്ടും നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. പക്ഷേ നാം ജഡമായി തീർന്ന ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ചാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. കർത്താവ് യേശു ക്രിസ്തു വചനം ആയി മാറുകയും ആ വചനം ജഡമായി തീരുകയും ചെയ്തു. ഇന്ന് ശാസ്ത്രത്തിന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയാത്തതായ ദൈവവചനത്തെ നമുക്ക് എങ്ങനെ നോക്കിക്കാണുവാൻ തക്കവണ്ണം സാധിക്കും? പലപ്പോഴും പലരും പറയുന്നത്, ഇപ്പോൾ ദൈവത്തിൻ്റെ വചനം ഔട്ട്ഡേറ്റഡായി ശാസ്ത്രീയമായി നിലനിൽക്കുവാൻ തക്കവണ്ണം വളരെ പ്രയാസകരമാണ് എന്നൊക്കെ പറയുന്ന ഈ കാലഘട്ടത്തിൽ നമുക്കെങ്ങനെ ഇതിനെ വേദപുസ്തക അടിസ്ഥാനത്തിൽ ശാസ്ത്രത്തെക്കാൾ ഉപരി പ്രബലമായി നിൽക്കുന്നതാണ് ദൈവത്തിൻ്റെ വചനമെന്ന് പറയുവാൻ സാധിക്കും? പാസ്റ്റർ പറഞ്ഞ വളരെ കറക്റ്റാണ്. ഇന്ന് ലോകം മുഴുവൻ ശാസ്ത്രം അങ്ങേയറ്റം പുരോഗമിച്ചിട്ടുണ്ട്. എല്ലാ മേഖലകളിലും വൈദ്യശാസ്ത്ര, സാങ്കേതിക, വാർത്താവിനിമയ രംഗങ്ങളിലൊക്കെ അസാമാന്യമായ നേട്ടം ശാസ്ത്രം കൈവരിച്ചിട്ടുണ്ട്. കാരണം മനുഷ്യനെ പോലും നിയന്ത്രിക്കാൻ, ലോകത്തെ പോലും നിയന്ത്രിക്കുവാൻ, ലോകത്തിൻ്റെ ഗതിയെ നിയന്ത്രിക്കാൻ തക്കണം ശാസ്ത്രം വളർന്നിട്ടുണ്ട്, ഇല്ല എന്ന് ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷെങ്കിൽ ഒരു കാര്യം പോലും ശാസ്ത്രത്തിൽ നിന്ന് ദൈവവചനത്തിന് പഠിക്കാനില്ല. ശാസ്ത്രം ഇതുവരെ വിജയിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അതിന് മിടുക്കന്മാരായിരിക്കുന്ന വ്യക്തികൾ ദൈവവചനം പഠിച്ച് പരിശോധിച്ചതിൻ്റെ വെളിച്ചത്തിൽ മാത്രമാണ്. എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മനുഷ്യൻ്റെ ഗതിയെക്കുറിച്ചും ഇന്ന് കാണുന്ന വാർത്താവിനിമയ രംഗങ്ങളിൽ മനുഷ്യൻ അസാമാന്യമായ നേട്ടം കൈവരിക്കുമെന്നും വൈദ്യശാസ്ത്ര രംഗത്ത് എത്രമാത്രം പുരോഗതിയിലെത്തുമെന്നും എത്രയോ കാലാകാലങ്ങളായി ബൈബിൾ പറഞ്ഞിരിക്കുന്നു. പക്ഷേ ശാസ്ത്രം ഈ അടുത്ത നാളിലാണ് കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നത്. ഒരു കാരണവശാലും ഒരു ബൈബിൾ പഠിതാവിനെ സംബന്ധിച്ച് ശാസ്ത്രത്തെ ഉറ്റുനോക്കേണ്ട കാര്യമില്ല. ഞാനിപ്പോഴും വീണ്ടും പറയുന്നത്, ശാസ്ത്രം ഇനിയും പഠിക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ ബൈബിളിനെ ആശ്രയിച്ച് വേണം മുന്നോട്ട് പോകാൻ തന്നെ. ലോകത്തിൻ്റെ സകല ഗതിയെയും നിയന്ത്രിക്കുവാൻ തക്കവണ്ണം ബൈബിളിന് മാത്രമേ കഴിയത്തുള്ളൂ. വിദഗ്ധമായൊരു ശസ്ത്രക്രിയയെക്കുറിച്ച് ശാസ്ത്രത്തിനറിയാം. രോഗം വന്നാൽ രോഗത്തെ ചികിത്സിക്കുന്ന മാർഗങ്ങളെക്കുറിച്ചറിയാം. ഇത് ശാസ്ത്രത്തിനറിയാം. പക്ഷെങ്കിൽ രോഗം വരാതിരിക്കുന്നതിനെക്കുറിച്ച് പറയുവാൻ തക്കവണ്ണം ശാസ്ത്രത്തിന് കഴിയത്തില്ല. അത് ബൈബിളിന് മാത്രമേ കഴിയത്തുള്ളൂ. അപ്പം ബൈബിൾ പറഞ്ഞിരിക്കുന്നതിൻ്റെ ഏതാണ്ട് അവസാന ഭാഗത്തിലെ ചില കാര്യങ്ങൾ മാത്രമാണ് ശാസ്ത്രം ഗ്രഹിച്ചിരിക്കുന്നത്. ഒരു കാരണവശാലും ഒരു ദൈവ പഠിതാവിന്, ഒരു ക്രിസ്ത്യാനിക്ക്, ഒരു ദൈവ പൈതലിന് ശാസ്ത്രത്തെ നോക്കി പോകേണ്ട കാര്യമില്ല. ബൈബിളാണ് എല്ലാത്തിൻ്റെയും ആധികാരികത എന്ന് പറയുന്നത്. ബൈബിൾ മാത്രമാണ് പ്രപഞ്ചത്തിൻ്റെ തുടർന്നുള്ള സകല ഗതിയെയും നിയന്ത്രിക്കുവാൻ കഴിയുന്നതും. ബൈബിളിലെ സത്യങ്ങൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ശാസ്ത്രം വെറും അവിടെ അസ്ഥാനത്താണ് എന്ന് പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. പാസ്റ്റർ, ശാസ്ത്രം ഇന്ന് വളരെയധികം പുരോഗതി നേടിക്കൊണ്ടിരിക്കുന്നതായ ഒരു കാലഘട്ടത്തിലാണ്. നമ്മുടെ കാഴ്ചപ്പാടുകൾ, നമ്മുടെ ചെയ്തികൾ, നമ്മുടെ എല്ലാ ജീവിത വഴികളും ശാസ്ത്രം അളന്ന് കുറിച്ച് തിട്ടപ്പെടുത്തി അതിൻ്റെ കണക്കും അതിൻ്റെ നീളവും വീതിയൊക്കെ പറയുന്നതായ ഒരു കാലഘട്ടത്തിലാണ്. എന്നാൽ ഇന്നും ശാസ്ത്രത്തിന് വിവരിക്കാൻ കഴിയാത്തതായ ചില ബൈബിൾ ഭാഗങ്ങളുണ്ട്, ബൈബിൾ വാക്യങ്ങളുണ്ട്. അതിൽ ഒന്ന് രണ്ടെണ്ണം പറയാം. പാസ്റ്റർ പറഞ്ഞതുപോലെ തന്നെ ശാസ്ത്രത്തിൻ്റെ ഒരു പാഠപുസ്തകമല്ല ബൈബിൾ. അതായത് ഈ തലച്ചോറിൻ്റെ ശസ്ത്രക്രിയയെക്കുറിച്ച് എങ്ങനെയാണെന്ന് ശാസ്ത്രം പറയുന്നില്ല, ബൈബിൾ പറയുന്നില്ല. ബൈബിൾ അത് ശാസ്ത്രം പിന്നീട് ആണ് ശാസ്ത്രം വളർച്ച പ്രാപിക്കുന്നത്. സാറ് പറഞ്ഞതുപോലെ അത് ഈ കാലഘട്ടത്തിലാണത് സംഭവിക്കുന്നത്. പക്ഷേ ശാസ്ത്രം ഉണ്ടായതിനു ശേഷം കൂടുതലായി സംഭവിച്ചു വന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിരീശ്വരവാദിത്വം കൂടി വരികയാണ് ചെയ്തത്. അതായത് ദൈവവചനത്തിലുള്ള വിശ്വാസം അവർക്ക് കുറയുകയും ചെയ്തു. പക്ഷേ ശാസ്ത്രത്തിന് ഇപ്പോഴും തെളിയിക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. ഇതിൽ പ്രധാനമായി ഈ ലോകത്ത് എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടതെന്നുള്ളതിനെക്കുറിച്ച്, അല്ലെങ്കിൽ ഈ ലോകത്തിൽ കാണപ്പെടുന്ന ഓരോ സൃഷ്ടിയെയും കുറിച്ച് അതിന് വളരെ വ്യക്തമായിട്ടുള്ള ഉത്തരം വേദപുസ്തകത്തിൽ തന്നെയാണ് നൽകുന്നത്. ലോകത്തിൻ്റെ സൃഷ്ടിയെക്കുറിച്ചും ലോകത്തിലെ സകല ചരാചരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടതിനെക്കുറിച്ചും അതിൻ്റെ നിയന്ത്രണവും ചലനവും ഒക്കെ എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ചും ഒക്കെ വേദപുസ്തകമാണ് നൽകുന്നത്. അതുപോലെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തെക്കുറിച്ചും ആ മനുഷ്യൻ്റെ ഭാവി ജീവിതത്തെക്കുറിച്ചും
ഒരിക്കലും ഒരു ശാസ്ത്രത്തിന് വ്യക്തമായി പറയാൻ തക്കവണ്ണം സാധിക്കും. ഇന്നത്തെ പാഠത്തിലെ ഒരു പ്രധാന ഇതിവൃത്തം എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ മാനസാന്തരത്തിലേക്ക് നയിക്കുവാൻ ശാസ്ത്രത്തിന് കഴിയില്ല. അതെ. ശാസ്ത്രം എത്ര തന്നെ പുരോഗതിയിലേക്ക് എത്തിയാലും ഒരു മദ്യപാനിയെ മദ്യപാനത്തിൽ നിന്ന് വഴിതിരിക്കുവാൻ തക്കോണം സാധിക്കുകയില്ല. ഒരു പാപത്തിൻ്റെ വഴിയിൽ നിന്ന് നേർമാർഗത്തിൽ നയിക്കുവാൻ ശാസ്ത്രത്തിന് കഴിയുകയില്ല. എന്നാൽ ദൈവത്തിനും ദൈവത്തിൻ്റെ വചനത്തിനും സാധ്യമാകും. പാസ്റ്റർ, ദൈവത്തിൻ്റെ വചനത്തിന് നാം എപ്രകാരമാണ് കീഴടങ്ങേണ്ടത്? മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ആകത്തുക പൂർണ്ണമാകുന്നത് ദൈവവചനത്തിൽ ആശ്രയിക്കുമ്പോൾ മാത്രമാണ്. ലോകം എത്ര പുരോഗമിച്ചാലും പാസ്റ്റർ പറഞ്ഞ പോലെ ഒരുപാട് സംശയങ്ങൾ പിന്നെയും ബാക്കി നിൽക്കുകയാണ്. കാരണം മനുഷ്യൻ്റെ മരണാനന്തര ജീവിതത്തെക്കുറിച്ച്, മനുഷ്യൻ്റെ നിത്യതയെക്കുറിച്ച്, ഈ ലോകത്തിന് സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങളെക്കുറിച്ച് ഒക്കെ ശാസ്ത്രത്തിന് ഒന്നും മിണ്ടാനില്ല. കാരണം ശാസ്ത്രം അജ്ഞതയിൽ ഇരുട്ടിൽ തപ്പുകയാണ്. പക്ഷേ യഥാർത്ഥമായി മനുഷ്യൻ്റെ മാത്രമല്ല, ലോകത്തിൻ്റെയും ശാസ്ത്രത്തിൻ്റെയും ഭാവിയെ അനായാസം ഒരു ബൈബിൾ പഠിതാവിന് നിർണ്ണയിക്കുവാൻ കഴിയും. അല്ലെങ്കിൽ സകല മനുഷ്യൻ്റെ അവസാനം എവിടെയാണെന്ന് ബൈബിൾ വായിക്കുന്നതിലൂടെ പഠിക്കുന്നതിലൂടെ കഴിയും. സകല മനുഷ്യൻ്റെയും പ്രശ്നത്തിന് പരിഹാരം ബൈബിൾ മാത്രമാണ്. ആ ബൈബിളിലാണ് മനുഷ്യൻ്റെ നിത്യതയെക്കുറിച്ചും മനുഷ്യൻ്റെ മരണാനന്തര ജീവിതത്തെക്കുറിച്ചും മനുഷ്യൻ്റെ മുന്നോട്ടുള്ള സകല ചലനങ്ങളെക്കുറിച്ചും പ്രവചിക്കുകയും മനസ്സിലാക്കി തരുന്ന ബൈബിൾ മാത്രമാണ്. മനുഷ്യൻ്റെ ഭാവി ദൈവവചനത്തിലാണ്, ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. ലോകത്തിൻ്റെ ഭാവി ശാസ്ത്രത്തിൽ അനിശ്ചിതത്തിലാണ്. എന്നാൽ ലോകത്തിൻ്റെയും ശാസ്ത്രത്തിൻ്റെയും ഭാവി പോലും ദൈവത്തിൻ്റെ കരങ്ങളിലാണ്, ദൈവവചനത്തിലാണ്. അത് മനസ്സിലാക്കി എല്ലാവരും ദൈവവചനത്തിന് കീഴ്പ്പെടുകയും ദൈവവചനം അവരുടെ ദൈനംദിന ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഘടകമായി മാറുവാൻ തക്കണം ദൈവവചനവുമായി ബന്ധപ്പെട്ടിരിക്കണം. ഇന്നത്തെ പാഠത്തിൽ പറയുന്നത് പോലെ വഴിയും സത്യവും ജീവനുമായ കർത്താവായ യേശു ക്രിസ്തുവിനെ അറിയുന്നത് പോലെ ആ ദൈവത്തിൻ്റെ വചനത്തിനും കീഴ്പ്പെട്ട് ജീവിക്കുന്നതായ ഒരു വ്യക്തിക്ക് അവസാനം ജീവനിലേക്ക് പ്രവേശിക്കുമെന്നൊക്കെ സാധിക്കും. ഇന്നത്തെ പാഠത്തിൽ പങ്കെടുത്തതായ നിങ്ങളെ ഇരുവരെയും ദൈവനാമത്തിൽ ഞാൻ നന്ദി പറയുകയാണ്. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല ദൈവമേ, ഇന്നത്തെ ഈ സത്യങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ തന്ന നല്ല കൃപയ്ക്കായ സ്തോത്രം. അങ്ങയുടെ വചനത്തിന് ഞങ്ങൾ കീഴ്പ്പെട്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് അങ്ങയുടെ വഴിയിൽ നടക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിന് തടസ്സമായി നിൽക്കുന്നതായ എല്ലാ പ്രതിബിംബങ്ങളെയും ഞങ്ങൾ അതിജീവിപ്പാൻ ദൈവശക്തി ഞങ്ങൾക്ക് ആവശ്യമാണ്. ഞങ്ങളെ അങ്ങ് സഹായിക്കണം. കർത്താവ് വരും വരെയും വിശ്വാസത്തിൽ നിലകൊള്ളുവാൻ സഹായിക്കണമേ. യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കുമാറാകണമേ. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, വഴിയും സത്യവും ജീവനുമായ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് അവൻ്റെ വഴിയിൽ നടക്കുവാൻ ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ലോകത്തിന് നമുക്ക് നൽകാൻ കഴിയാത്ത എല്ലാ കാര്യാദികളും എന്നാൽ നമുക്ക് ജീവനിലേക്ക് കടക്കുവാനും ജീവൻ സമൃദ്ധിയായി ലഭിക്കുവാനും ദൈവത്തിൽ ആശ്രയിക്കുന്നതിലൂടെ നമുക്ക് സാധിക്കും. അതിന് നമ്മെ ഓരോരുത്തരെയും ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.